ഹായ്, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുമല്ലേ? ആ സന്തോഷമായിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുള്ളൊരു കാര്യം കൂടെ പറയാവേ. അതായത് തിങ്കളാഴ്ച 20-ാം തീയതി നമ്മുടെ ദീപാവലിയാണല്ലോ. അപ്പോൾ ഈ ദീപാവലി ദിനത്തിൽ നിങ്ങളിൽ കുറേ ആൾക്കാർക്ക് വളരെ നല്ല സമയം തെളിഞ്ഞിരിക്കുവാണ്. അതായത് കഷ്ടകാലങ്ങളൊക്കെ മാറി നല്ല സമയത്തിലോട്ട് വന്നുകൊണ്ടിരിക്കുവാണ്. അപ്പം നേരത്തെ, അതായത് കഴിഞ്ഞ മാസമൊക്കെ ഉണ്ടല്ലോ, ചില നാളുകാർക്കൊക്കെ വളരെയധികം പ്രശ്നമായിരുന്നു. അപ്പം ആ പ്രശ്നത്തിൽ നിന്നെല്ലാം ഒരു മോചനം. അപ്പം എല്ലാവരും പറയുന്നത് പോണക്ക് മേടൻ രാശി, ഇടവൻ രാശി, മിഥുനൻ രാശിയൊക്കെ നിങ്ങളോട് വലിച്ചു നീട്ടി ഒരു 20 മിനിറ്റ് ഒന്നും ഞാൻ പറയാൻ തീരുമാനിച്ചിട്ടില്ല. അപ്പം എൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ ഒരു സഹോദരി എന്നോട് പറഞ്ഞു, ചേച്ചി ഉള്ള കാര്യം എളുപ്പമെന്ന് പറഞ്ഞു തീർക്കണം, ഞങ്ങൾക്ക് ഒരുപാട് ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളത്, ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കതിനുള്ള സമയമില്ല, അപ്പം നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകും, അന്നേരം പകുതി കേൾക്കാനും പറ്റത്തില്ലെന്ന്. അതുകൊണ്ട് ഈ രാശിയും ഇതൊന്നും ഞാൻ പറയുന്നില്ല, അല്ലാതെ തന്നെ നിങ്ങളോട് ഞാൻ പറഞ്ഞേക്കാം ഉള്ള കാര്യം. അതായത് ഒരു 13 നാളുകാർക്കുണ്ടല്ലോ വളരെയധികം നല്ലതാണ്. നിങ്ങൾ എന്ത് കാര്യം ആലോചിക്കുന്നോ നിങ്ങൾക്ക് ആ കാര്യം നടന്നിരിക്കും. ഒന്ന് ശ്രമിച്ചാൽ മാത്രം മതി. അതായത് ഈ നാളുകാർക്കൊരു 47 ദിവസം ഇതേ രീതിയിൽ നല്ല സമയമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് കേട്ടോ. അതായത് നിങ്ങളിപ്പോൾ ഒരു ചിട്ടി തുടങ്ങിക്കോട്ടെ, അല്ലെ മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ എന്തുവായിക്കോട്ടെ, അല്ലെ നിങ്ങൾ പണയം വെച്ച സ്വർണ്ണമായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെയെങ്കിലും കുറേ കാലമായിട്ട് കാണണമെന്ന് ശ്രമിച്ചിട്ട് കാണാതിരിക്കുന്ന ഒരു കാര്യമായിക്കോട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് കാര്യങ്ങളാണോ മുടക്കം കിടക്കുന്നത് ആ കാര്യങ്ങളുടെ തടസ്സങ്ങളെല്ലാം നിങ്ങൾക്ക് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് ഇത് മനസ്സിലായത്. അപ്പം ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ വൈകിട്ട് തന്നെ അപ്പം നിങ്ങളുടെ അടുക്കൽ ഈ കാര്യം പറഞ്ഞു തരാമെന്ന് വെച്ചാൽ. അതെന്നാന്ന് ചോദിച്ചാൽ, നാളെ നിങ്ങൾ ജോലിക്കൊക്കെ പോകും. നാളെ എപ്പോഴെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്ക് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഞായറാഴ്ച നിങ്ങൾക്ക് ഇതിന് വേണ്ട തയ്യാറെടുപ്പുകൾ ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളുടെ അടുക്കൽ ഓടി വന്ന് പറയാനായിട്ട് കാരണം കേട്ടോ. അപ്പം നമുക്കത് ഏത് നാളുകാരാണ് നമുക്ക് എളുപ്പം നോക്കിയിട്ട് നമുക്ക് നിർത്തിയേക്കാവേ. ഭരണി, രോഹിണി, കാർത്തിക, ഉത്രം, ചിത്തിര, ചോതി, പുണർദം, ആയില്യം, പൂരം, അവിട്ടം, ചതയം, പുരുരുട്ടാതി, രോഹിണി. ഈ 13 നാളുകാർക്കാണ് ഏറ്റവും നല്ല സമയമാണ് വന്നേക്കുന്നത്. നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചോളൂ. ഈ 13 നാളിൽ ഒരു നാളെങ്കിലും നമ്മുടെ കുടുംബത്തുണ്ടായാൽ മതി. നിങ്ങളുടെ കുടുംബത്ത് ഇതിലേതെങ്കിലും ഒരു നാളുണ്ടാവണേന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു. ഈ നാളുകാരുള്ള വീട്ടിലുണ്ടല്ലോ അതീവ സമ്പൽ സമൃദ്ധമായിട്ട് ഇനി മുമ്പോട്ട് പോകും. നിങ്ങളുടെ കടങ്ങളും ഭാരങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം മാറിക്കിട്ടും. ഇപ്പം ഇങ്ങോട്ട് നമ്മൾ പറയില്ല, ഒരു ഉദാഹരണം പറയല്ലേ, വെട്ടാൻ വരുന്ന പോത്തെന്ന്. അപ്പം ഈ വെട്ടാൻ വരുന്ന പോത്ത് പോലും നമ്മുടെ നല്ലൊരു വാക്കുകൊണ്ട് അവരെ ആ ദേഷ്യമൊക്കെ അടക്കി അങ്ങ് മാറിപ്പോകുന്ന അത്രയ്ക്കും നല്ല സമയം കേട്ടോ ഇവർക്ക്. ഇവരിപ്പോൾ ഒരു ലോട്ടറി എടുത്തോട്ടെ, അല്ലെങ്കിൽ ഒരു വീട് പണി തുടങ്ങിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു വസ്തു മേടിക്കാൻ തുടങ്ങിക്കോട്ടെ, എന്ത് കാര്യത്തിനും. പിന്നെ ഈ നാളിലുള്ളവരുടെ കല്യാണം നടക്കാതെ മുടങ്ങി നിൽക്കുവാണെങ്കിലും നിങ്ങൾ ഇപ്പോഴാലോചിച്ചോളൂ, ഈ 1.5 മാസത്തിനുള്ളിൽ ഉറപ്പായിട്ട് അതിനൊരു കാര്യ തീരുമാനങ്ങളൊക്കെ ആയിക്കോളും. എല്ലാവരും പറയുന്നത് പോലെ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാമെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞത് പോണക്ക്, ഈ നാളുകാർ നാളെ അല്ലെ മറ്റന്നാൾ അല്ലെ തിങ്കളാഴ്ച, ശനിയുണ്ട്, ഞായറുണ്ട്, തിങ്കളാഴ്ച വൈകിട്ട് 7:30 വരെ നിങ്ങൾക്ക് സമയമുണ്ട്. എന്താന്ന് ചോദിച്ചാൽ, ഈ നാളുകാർ ഏറ്റവും അടുത്ത് ശിവക്ഷേത്രം ഉണ്ടെങ്കിൽ ശിവക്ഷേത്രത്തിൽ പോയി ശിവൻ ഒരു കൂവളത്തിന്മാലയും ചാർത്തി ഒരു പിൻവിളക്കും കത്തിക്കണം. കത്തിച്ചോണ്ട് എന്ത് വിചാരിക്കണം, നിങ്ങളുടെ എന്ത് കാര്യമാണോ നടക്കാനുള്ളത് മഹാദേവന്റെ അടുക്കൽ നിങ്ങൾ ആ കാര്യം പറഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷം വേണം കൂവളത്തിൻ്റെ മാല നിങ്ങൾ നടക്കിൽ വെക്കാൻ. അതുപോലെ തന്നെ പോയി പിൻവിളക്ക് കത്തിക്കാനും. ഇനി അഥവാ ശ്രീകൃഷ്ണന്റെ അമ്പലമില്ലെങ്കിൽ നമ്മുടെ അമ്മയുടെ അമ്പലത്തിൽ, അതായത് ദേവിയുടെ അമ്പലത്തിൽ പോയിട്ട് ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാട് നിങ്ങൾ ചെയ്താൽ മതി. ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാട് നിങ്ങൾ ദേവിക്കൊരു പട്ടു മേടിച്ചു കൊടുക്കുക. ദേവിക്ക് പട്ടും മാലയും ചാർത്തിയാൽ മാത്രം മതി, വേറെ ഒന്നും നിങ്ങൾ ചെയ്യാൻ നിൽക്കണ്ട. അപ്പം എന്ത് കാര്യം നിങ്ങൾ ഉദ്ദേശിച്ചാലും ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. അപ്പം ഈ വീഡിയോ എൻ്റെ കാണുന്ന ചിലപ്പം ക്രിസ്ത്യൻസ് ഉണ്ടാകും, മുസ്ലിംസ് ഉണ്ടാകും. അപ്പോൾ അവർക്ക് ഇത് നേരിട്ട് പോയി അമ്പലത്തിൽ പോയി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, അല്ലെ പോകാൻ പാടുണ്ട്, അല്ലെ നിങ്ങളുടെ സമുദായക്കാർ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാകുമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അടുപ്പമുള്ള ആരെങ്കിലും ഹിന്ദു കുട്ടികൾ, നിങ്ങളുടെ ഒപ്പം കൂട്ടുകാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ നാളും പേരും പറഞ്ഞ് ഈ മാതിരി നിങ്ങളോടൊന്ന് അമ്പലത്തിൽ ചെയ്യാൻ മാത്രം പറഞ്ഞാൽ മതി. ആരാണേലും ചെയ്തു തരുമെന്ന്, അതിനൊന്നും ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. പിന്നെ ഈ നാളുകാരെന്നും വൈകിട്ട് വിളക്ക് കത്തിച്ച് നിങ്ങൾ സന്ധ്യനാമം ചെല്ലാനായിട്ടുള്ള
മനസ്സ് കാണിക്കണം. മറ്റുള്ള പ്രാർത്ഥനയും നിങ്ങൾ ചെല്ലണം. അല്ലാതെ നമ്മൾ ചുമ്മാ ഇരുന്നേച്ചിട്ട് എൻ്റെ കാര്യങ്ങളെല്ലാം അയ്യോ ഇനി ചേച്ചി ഇത്രയും എൻ്റെ 13 നാളിൻ്റെ അകത്ത് എൻ്റെ ഒരു നാളുണ്ട്, അപ്പം ഞാനും രക്ഷപ്പെടും, ഞാൻ ഇങ്ങനെ ഇനി ചുമ്മാ ഇരുന്നാൽ മതി, ഒരു ജോലിക്കും കൂലിക്കും പോകണ്ടെന്ന് വെച്ചിട്ടൊന്നും ഇരിക്കരുത്. നിങ്ങൾ PSCയുടെ ടെസ്റ്റ് എഴുതാണ്ടിരിക്കുന്നവരാണെങ്കിൽ ടെസ്റ്റ് എഴുതണം, വീണ്ടും വീണ്ടും നിങ്ങൾ ശ്രമിക്കണം. എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഉത്സാഹവാന്മാരായിരിക്കണം, എങ്കിലേ നമ്മുടെ കാര്യങ്ങൾക്ക് ഒരു നീക്കുപോക്കുണ്ടാവും. അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, എത്ര വയ്യെങ്കിലും മേലെങ്കിലും ഒരു പനിയോ ഓരോരുത്തരുടെ ശാരീരികാവസ്ഥ നിങ്ങൾക്കറിയാലോ, രാവിലെ കുളിച്ച് നമ്മൾ തൊഴുത് പ്രാർത്ഥിക്കണം. സൂര്യഭഗവാനെ തൊഴുത് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കണം, അല്ലാതെ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ അല്ലാതെ പ്രാർത്ഥിക്കണം. ഈ രാവിലെ എഴുന്നേറ്റ് കൈയും വായും മുഖം അല്ലെ കുളിയും കഴിഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയ്ക്കുണ്ടല്ലോ ഭയങ്കര ഒരു ശക്തിയുണ്ട്. കാരണം നമ്മുടെ വയറൊക്കെ കാലിയായി രാവിലെ നമ്മുടെ പ്രഭാത കാര്യങ്ങളെല്ലാം ചെയ്ത് നമ്മൾ നല്ല ശുദ്ധവൃത്തിയോടെയാണ് നമ്മുടെ കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. ഈ 13 നാളുകാരും ഉറപ്പായിട്ട് നിങ്ങൾ ഈ കാര്യം ചെയ്തിരിക്കണം കേട്ടോ. ഈ നാളുകാരെ കണി കണ്ടാൽ തന്നെ നമുക്ക് തന്നെ ഒരു നല്ലൊരു പോസിറ്റീവ് എനർജി ഉണ്ടാകും, അത്രയ്ക്ക് നല്ലതാണ്. അപ്പം നിങ്ങൾ ഈ കാര്യങ്ങൾ വിട്ടുപോകാതെ ചെയ്യണം. വീണ്ടും ഞാൻ പറയും, ഈ 13 നാളിൽ ഒരു നാൾ നിങ്ങളുടേതായിരിക്കട്ടെ കേട്ടോ. അപ്പം എന്തെങ്കിലുമൊക്കെ സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാനും മറക്കല്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ. ഓക്കെ.